തിരുപ്പൂരിൽ വൻ തീപിടുത്തമുണ്ടായി. തമിഴ്നാട്ടിലാണ്. 42 വീടുകൾ കത്തി നശിച്ചു. അപകടം MGR നഗറിലെ പുളിയാന്തോട്ടത്താണ്. ആശ്വാസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന വീടുകൾക്കാണ് തീ കത്തിയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. റഹീസ്, ഈ തീപിടുത്തത്തിൻ്റെ മറ്റെന്തെങ്കിലും വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചോ? SKN ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് ഇത്തരത്തിലൊരു വലിയ അപകടം ഉണ്ടായിരിക്കുന്നത്. വളരെ വലിയ അപകടമാണ് തിരുപ്പൂരിൽ ഉണ്ടായിരുന്നത്. 42 വീടുകളാണ് കത്തി നശിച്ചിരിക്കുന്നത്. MGR നഗറിലെ പുളിയാം തോട്ടത്താണ് ഇത്തരത്തിലൊരു അപകടം വൈകിട്ടോടുകൂടി ഉണ്ടാകുന്നത്. വൈകിട്ട് 3 മണിയോടുകൂടി ഒരു വീട്ടിലെ ഗ്യാസ് സിലിണ്ടറാണ് ആദ്യം പൊട്ടിത്തെറിച്ചത്. അങ്ങനെ തീ പിടിക്കുന്നു. അത് സമീപത്തെ വീടുകളിലേക്കൊക്കെ പടരുന്നു. അങ്ങനെ 9 വീടുകളിലെ ഗ്യാസ് സിലിണ്ടറുകൾ ഏതാണ്ട് ഒരേ സമയം പൊട്ടിത്തെറിക്കുന്ന നിലയിലേക്ക് ആ തീപിടുത്തം മാറുകയും അതിന്റെ അപകടത്തിന്റെ വ്യാപ്തി കൂടുകയും ചെയ്യുകയാണ്. രാവിലെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഒരു സ്ഥലമാണിത്. ഈ 42 വീടുകളും ഏതാണ്ട് അടുക്കിന് ഒരു മതിലിന്റെ പോലും ഒരു ചെറിയ ഗ്യാപ്പിലാണ് ഈ 42 വീടുകൾ ഉള്ളത്. വെറും കട്ടി കുറഞ്ഞ മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കി അതിഥി തൊഴിലാളികൾക്ക് വാടകയ്ക്ക് നൽകിയിരുന്ന വീടാണ്. അപ്പോൾ അവിടെ ഒരു ഗ്യാസ് സിലിണ്ടർ രാവിലെ ഓഫ് ചെയ്യാൻ മറന്നു പോയത് കൊണ്ടുണ്ടായ അപകടമാണ് എന്നാണ് ഇപ്പോൾ പോലീസ് അടക്കം പറയുന്നത്. അങ്ങനെ ആദ്യം ഒരു തീപിടുത്തം ഉണ്ടാകുന്നു. അടുത്ത വീടുകളിലേക്കൊക്കെ ഈ തീ ഇങ്ങനെ പടർന്ന് പിടിക്കുകയായിരുന്നു. അങ്ങനെ 42 വീടുകളെ പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നു. ആ വീട്ടിലെ ഒരു സാധനവും ഇനി ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിലേക്ക് ആ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. അങ്ങനെ അതിഥി തൊഴിലാളികളൊക്കെ വിവരം അറിഞ്ഞ് ഓടിയെത്തി ഇത്തരത്തിൽ ഈ ഫയർഫോഴ്സിനെയൊക്കെ വിളിച്ച് ഏതാണ്ട് ഒരു 3/4 മണിക്കൂർ നീണ്ട പ്രയത്നത്തിലൂടെയാണ് തീ അണച്ചത്. ഈ തീ അണച്ചു എന്ന് പറയുന്നതിനപ്പുറം ഈ വീടുകൾ മുഴുവൻ കത്തി തീർന്നപ്പോഴേക്കും തീ കെട്ടുപോയി എന്ന് പറയുന്നതാകും ശരി. അപ്പോൾ ആ തരത്തിലേക്ക് തീപിടുത്തം വ്യാപിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ സ്ഥലം ഉടമ, അതായത് ഈ 9 വീടുകൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഒരു സ്ത്രീയാണ്. ഇവരുടെ പേര് സാറാ ദേവി എന്നാണ്. ഇവരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കാരണം യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും ാണ് ഇവർ ഈ 42 വീടുകൾ നിർമ്മിച്ചിരുന്നത്. അതങ്ങനെ അതിഥി തൊഴിലാളികൾക്ക് വാടകയ്ക്ക് കൊടുക്കുകയായിരുന്നു. അപ്പോൾ വെറും കട്ടി കുറഞ്ഞ മെറ്റീരിയലുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു വീട്, ആ വീട്ടിലാണ് ഇത്തരത്തിൽ ഒരു വീട്ടിലെ ഒരു ഗ്യാസ് സിലിണ്ടർ കത്തി പൊട്ടിത്തെറിച്ച് ഉണ്ടായ തീപിടുത്തത്തിൽ എല്ലാ വീടുകളും കത്തിപ്പോകുന്നത്. എന്തായാലും ഇപ്പോൾ പോലീസും കളക്ടറും ഒക്കെ സ്ഥലത്തുണ്ട്. ഇവിടുത്തെ സ്ഥലം MLA ഇവിടെ എത്തി ഇവർക്ക് വേണ്ട സഹായം നൽകുമെന്ന് അടക്കം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ആശ്വാസകരം, ആർക്കും എന്തായാലും സാരമായ പരിക്കുകൾ ഏറ്റിട്ടില്ല, ചെറിയ പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. പക്ഷേ ഈ തൊഴിലാളികളുടെ എല്ലാ രേഖകളും കത്തിപ്പോയി. ഒപ്പം തന്നെ അവരുടെ മറ്റ് ഈ വിദ്യാഭ്യാസ രേഖകൾ അടക്കമുള്ളവ ഇവിടെ ഉണ്ടായിരുന്നു, അതൊക്കെയും കത്തിപ്പോയിട്ടുണ്ട്. എന്തായാലും അപായം ഉണ്ടായിട്ടില്ല. ഓക്കെ, താങ്ക് യു മുഹമ്മദ് റഹീസ്.